യെശയ്യാ പ്രവചനം അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവെഴുത്ത് മൈക്കിക്കൂടെ ഒന്ന് വായിച്ച് സഹായിച്ചാൽ ശുശ്രൂഷയ്ക്ക് കുറച്ചുകൂടെ ഉചിതമായിരിക്കും. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. വായിച്ച തിരുവെഴുത്ത് വളരെ പരിചിതമായ തിരുവെഴുത്താണ്. ഒരിക്കൽ കൂടി ആ തിരുവെഴുത്ത് വായിച്ച് സഹായിച്ചാട്ടെ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി. അവന്റെ വിശേഷതയാണ് അവിടുന്ന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, വീരനാം ദൈവം, നിത്യപിതാവ്, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. സ്തോത്രം. എല്ലാ പദങ്ങളും എടുത്ത് സംസാരിപ്പാൻ തുനിയുന്നില്ല. ആദരണീയരായ കർത്തൃദാസന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. ആദരണീയരായ കർത്തൃദാസന്മാരെയും കുടുംബങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ാമത്തെ തിരുവെഴുത്താണ് വായിച്ചത്. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. ആ ശിശുവിന്റെ വിശേഷതയാണ് താഴോട്ടുള്ള വാക്യങ്ങളിൽ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 2 കാര്യമാണ് പ്രധാനമായിട്ട് ഇന്ന് രാത്രി സംസാരിപ്പാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നത്. ഒന്ന്, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. ആ ശിശുവിന്റെ ജനനത്താൽ മാനവജാതിക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായി, അതാണ് ഒന്നാമത്തെ പോയിന്റ്. 2, ആ ശിശുവിന്റെ വിശേഷത താഴോട്ട് പറഞ്ഞു വരുമ്പോൾ കൊടുത്തിരിക്കുകയാണ്. ആ ശിശുവിന്റെ വിശേഷത അവിടുന്ന് അത്ഭുത മന്ത്രിയാണ്. ഈ 2 വിഷയങ്ങൾ ദൈവകൃപയെ ശരണപ്പെട്ട് ലഭിച്ച സമയത്തിൽ സംസാരിപ്പാന് കർത്താവ് ശരണപ്പെടുന്നത്. യേശുക്രിസ്തു ജനിച്ചു. ഇവിടെ പ്രവാചകൻ നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശു ജനിക്കുന്നതിന് ദീർഘവർഷങ്ങൾക്ക് മുമ്പ് പറയുകയാണ്, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ാമത്തെ തിരുവെഴുത്താ വായിച്ചത്. ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്, യെശയ്യാ പ്രവാചകൻ അദ്ദേഹം ഒരു സുവിശേഷ പ്രവാചകനാണ്. അതെന്താന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ അവിടുത്തെ 1000 ആണ്ട് വാഴ്ചയും അല്ലെങ്കിൽ മഹത്വ പ്രത്യക്ഷതയും അതിനുശേഷമുള്ള 1000 ആണ്ട് വാഴ്ചയും നിത്യതയുമെല്ലാം അടുക്കടുക്കായിട്ട് ആത്മാവിൽ കണ്ട് ദർശിച്ച് പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാവ്. അതുകൊണ്ട് ഇദ്ദേഹത്തെ സുവിശേഷ പ്രവാചകൻ എന്നുകൂടി വേദപണ്ഡിതാക്കൾ വിശേഷണ നാമത്തിൽ അറിയിക്കുന്നുണ്ട്. കർത്താവിന്റെ മഹത്വം. യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ തൻ്റെ എല്ലാ കാര്യങ്ങളും ആത്മാവിൽ ദർശിച്ച് പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാവ്. അപ്പോൾ ഇദ്ദേഹം ഒരു സുവിശേഷ പ്രവാചകനാണ്. എന്താ സുവിശേഷം? സുവിശേഷം മറ്റൊന്നുമല്ല, കർത്താവാകുന്ന യേശുക്രിസ്തു ഒരു വ്യക്തി. ആ വ്യക്തി മാനവ രാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗത്തിലെ മഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിൽ ഇറങ്ങി വന്ന നസറയനാകുന്ന യേശു. സുവിശേഷം അത് കർത്താവാകുന്ന യേശു ക്രിസ്തു. സുവിശേഷം മതം മാറ്റുകയല്ല. സ്തോത്രം. നമ്മുടെ നോട്ടീസിലൊക്കെ നമ്മൾ വെച്ചിരിക്കുന്നത് മതപ്രസംഗമെന്നല്ലല്ലോ. മതപ്രസംഗമാണെങ്കിൽ ആ മതത്തിലുള്ളവർ മാത്രമാ കൂടുതലും കൂടുന്നത്. അതല്ലെങ്കിൽ ആ മതത്തിലോട്ട് മറ്റുള്ളവരെ ചേർക്കണം. അതിനാ മതപ്രസംഗം. ഇത് മതപ്രസംഗമല്ല, ഇത് സുവിശേഷ പ്രസംഗമാണ്. അതെന്താ? സുവിശേഷം ഒരു വിഭാഗത്തിന്റെ, ഒരു മതത്തിന്റെ, ഒരു സംഘടനയുടേതല്ല. സുവിശേഷം മുഴു ലോകത്തിനുമുള്ളതാണ്. നീ ഏത് ജാതിയിലും മതത്തിലും കുലത്തിലും കുടുംബത്തിലും നിറത്തിലും നിലവാരത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ, എല്ലാവർക്കും സുവിശേഷം ആവശ്യമാണ്. അപ്പൊ സുവിശേഷം മതപ്രസംഗമല്ല, സുവിശേഷം മാനവരാശിയെ രക്ഷിക്കുന്ന മാർഗമാണ്. ദൈവത്തിന് മഹത്വം. അതെ, അധികം വിവരിക്കുന്നില്ല. അപ്പോൾ ആ സുവിശേഷം അത് കർത്താവാകുന്ന യേശു ക്രിസ്തു.
പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്ന ഞങ്ങളുടെ സുവിശേഷം. ഈ സുവിശേഷത്തെ നശിപ്പിക്കുവാൻ ധാരാളം ആൾക്കാർ ഒരുമ്പെട്ടിട്ടുണ്ട്. അവർക്ക് കോട്ടം വന്നതല്ലാതെ സുവിശേഷത്തിന് ഒരു കോട്ടം വന്നിട്ടില്ല. സുവിശേഷത്തിന് നേട്ടം തന്നെ വന്നിട്ടുള്ളൂ. ഇനിയും ഇത് നേട്ടമേ ഉണ്ടാവും. കാരണം ഈ സുവിശേഷം ചത്ത് അടിഞ്ഞ് തീർന്ന മാർഗമല്ല, ഇത് ഉയർത്ത് ജീവിക്കുന്ന മാർഗമാണ്. അപ്പോൾ അതുകൊണ്ട് സുവിശേഷം ഇപ്പോഴും അതിൻ്റെ ജയഭേരി മുഴക്കി മുന്നേറിക്കൊണ്ടിരിക്കുക. ഈ സുവിശേഷത്തെ ആര് അംഗീകരിക്കും, ആര് വിശ്വസിക്കും, ആര് ഏറ്റെടുക്കും, അവർക്കും അവരുടെ കുടുംബത്തിനും അവൻ അനുഗ്രഹവും വിടുതലുമാണ്. അതനുഭവിക്കുന്നവരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. സുവിശേഷം ഏത് വ്യക്തിയുടെ ജീവിതത്തിൽ വന്നോ ആ വ്യക്തിക്ക് സമൂലമായ മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം വരുത്തും, മാറ്റം വരും. അതാ സുവിശേഷത്തിന്റെ ശക്തി. സുവിശേഷം ഒരു വീട്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ വീടിന്റെ അരാജകത്വം, തകർച്ചകൾ, പരാജയങ്ങൾ തുപ്പടം മാറിയിട്ടുണ്ട്. ഇന്ന് രാത്രിയും മാറും. സുവിശേഷം ഒരു ദേശത്തെ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ആ ദേശത്തിന്റെ മുഖച്ഛായ മാറും. സ്തോത്രം. ഇത് സുവിശേഷത്തെ കൊണ്ടേ സാധിക്കൂ. സ്തോത്രം. അപ്പോൾ ഈ സുവിശേഷം നരഭോജികളെ നരസ്നേഹികളാക്കുന്ന മാർഗമാണ്. അജ്ഞതയുള്ളവരുടെ അജ്ഞത മാറ്റി അവരെ ജ്ഞാനപൂർണരാക്കുവാൻ പ്രാപ്തി കൊടുക്കുന്നത് ആ സുവിശേഷം. സ്തോത്രം. ആ സുവിശേഷം എവിടെ വന്നിട്ടുണ്ടോ, എവിടെ എത്തിയിട്ടുണ്ടോ, ആര് ഏറ്റെടുത്തിട്ടുണ്ടോ അവർക്കും അവരുടെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമാണ്. ഞാൻ മിക്ക ഇടങ്ങളിലും ഇങ്ങനെയുള്ള ഏകദിന യോഗത്തിലൊക്കെ എല്ലാം പറയണമല്ലോ. ഒരു ദിവസത്തെ യോഗം ഉള്ളത് കൊണ്ടാണ്. 4-5 ദിവസമാണെങ്കിൽ വരുന്നവര് എല്ലാ കാര്യവും ഓരോരുത്തർ പറയും. ഇതിപ്പം എല്ലാം കൂടെ പറയണം. പണ്ട് ഒരു ചെറുക്കനെ നിക്കറ് തയ്പ്പിക്കാൻ കൊടുത്തപ്പോൾ 1/2 മീറ്റർ തുണി അവൻ്റെ അളവെടുത്ത് വെച്ച് പറഞ്ഞു, ഇവൻ്റെ ചേട്ടനും വല്ലപ്പോഴും ഇടണമെന്ന് പറഞ്ഞു. അപ്പം തയ്യക്കാരൻ പറഞ്ഞു, ആ നോക്കട്ടെ, ആദ്യം ഒരു തയ്യൽ കിട്ടിയതില്ലയോ. പിന്നെ ഇടയ്ക്ക് പറഞ്ഞു, ഇവൻ്റെ അനിയനുണ്ട്, അവനും വല്ലപ്പോഴും ഇടണം. അപ്പം 1/2 മീറ്റർ തുണിയോ ഉള്ളു ഒരുത്തൻ്റെ അളവാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ചേട്ടനും ഇടണം, അനിയനും ഇടണം, ഇവനും ഇടണം. തയ്യക്കാരൻ പിന്നെ ഉടക്കുണ്ടാക്കാതിരിക്കാൻ പറഞ്ഞ് ഞാനതിൻ്റെ പരുവത്തിന് തയ്ക്കാം. ഇറങ്ങിപ്പോന്നപ്പോൾ അപ്പം പറഞ്ഞ് ഞാനും വല്ലപ്പോഴും ഇടുമെന്ന് പറഞ്ഞു. അപ്പം ഇതിപ്പോൾ ഒരു ദിവസത്തെ യോഗമാണ്, ഇതെല്ലാം ഒപ്പിക്കണം. അപ്പം അത് ഞാനും വളരെ ബുദ്ധിമുട്ടിയാണ് നിൽക്കുന്നത്. എങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കും, നമുക്ക് നോക്കാം. അപ്പം ശ്രദ്ധിക്കുക, സുവിശേഷത്തെ ആര് ഏറ്റെടുത്തിട്ടുണ്ടോ അവർക്കെല്ലാം അനുഗ്രഹമാണ്. സുവിശേഷത്തിന് വേണ്ടി ആര് ധീരത നിന്നിട്ടുണ്ടോ അവർക്കും അവരുടെ സന്തതിക്കും ദോഷം വന്നിട്ടില്ല, വരത്തുമില്ല. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി എല്ലാവരും ഈ സുവിശേഷത്തിൽ വിശ്വസിക്കണം. സുവിശേഷം ഒരു വിഭാഗത്തിന് വേണ്ടി ഇറങ്ങി വന്ന ആളല്ല, അല്ല ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ള വക്താവല്ല. സുവിശേഷം മുഴു ലോകത്തിനുമുള്ളതാണ്. ഏത് വ്യക്തിക്കും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാം. ഏത് വ്യക്തിക്കും യേശുവിനെ അനുഗമിക്കാം. ഏത് വ്യക്തിക്കും യേശുവിനെ ആരാധിക്കാം. അതാ സുവിശേഷത്തിന്റെ ശ്രേഷ്ഠത. മറ്റ് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വ്യക്തികളുടെ അടുക്കലും എല്ലാ സമയത്തും ചെല്ലാനും ഒക്കത്തില്ല. എല്ലായ്പ്പോഴും അവിടെ ചെല്ലാനും ഒക്കത്തില്ല. എല്ലാ കാര്യവും പറയാനും ഒക്കത്തില്ല. എല്ലാവർക്കും ചെല്ലാനും ഒക്കത്തില്ല. സ്തോത്രം. എല്ലാ ദിവസവും എല്ലാ മാസവും ചെല്ലാനും ഒക്കത്തില്ല. അതൊക്കെ പ്രത്യേക ദിവസങ്ങള്, മാസങ്ങള്, സമയങ്ങള്. തന്നെയല്ല അവര് ഇരിക്കുന്നിടത്ത് എല്ലാവർക്കും അങ്ങോട്ട് കയറി ചെല്ലാനും ഒക്കത്തില്ല. എന്നാ എനിക്ക് ഒന്ന് കാണണമെന്ന് ഓർത്ത് അങ്ങോട്ട് ചെന്നാ നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ അതോ ഒത്തോണ്ട് തന്നെ? അന്ന് ആ ഭാര്യയും ഭർത്താവും 2 കൊച്ചുങ്ങളും
വല്യമ്മയും വല്യപ്പനോടാ നമുക്ക് എല്ലാവരോടും ഒന്നിച്ച് പോയെന്ന് കണ്ടേച്ച് വരാം. ഓക്കെ അല്ല. എന്നാൽ യേശുവിന്റെ അടുക്കൽ ഭാര്യയ്ക്കും ഭർത്താവിനും 2 പൊടിപ്പിള്ളേർക്കും യൗവനക്കാരിക്കും യൗവനക്കാരനും വല്യപ്പനും വല്യമ്മയ്ക്കും ആക്കമുള്ളവർക്കെല്ലാം നടന്നു വരാൻ അവർക്കെല്ലാം യേശുവിന്റെ അടുക്ക വരാം. ആരെയും തടയത്തില്ല. ഏത് വ്യക്തിക്കും യേശുവിന്റെ അടുക്കൽ വരാം. അതാണ് സുവിശേഷത്തിന്റെ വിശേഷത. അതുകൊണ്ടാണല്ലോ എനിക്ക് നിങ്ങൾക്കും ഈ മാർഗത്തിൽ വരുവാനും ഈ സുവിശേഷത്തെ അനുസരിപ്പാനും അംഗീകരിപ്പാനും ഇടയായി തീർന്നത്. അത് ഞാൻ അധികം വിവരിക്കുന്നില്ല. അപ്പോൾ യെശയ്യാ പ്രവാചകനെ പറയുന്നത് അദ്ദേഹം ഒരു സുവിശേഷ പ്രവാചകൻ എന്നാണ് പറയുന്നത്. സുവിശേഷം യേശു ക്രിസ്തു. സുവിശേഷം നിമിത്തമാണ് നമ്മുടെ സ്ഥിതിക്കെല്ലാം മാറ്റം വന്നത്. എല്ലായിടങ്ങളിലും ഞാൻ ഇങ്ങനെ പ്രാരംഭത്തിൽ പറയാറുണ്ട്, യോഗ്യമായിട്ട് വസ്ത്രമൊക്കെ ധരിക്കാനിടയായത് സുവിശേഷം വന്നതുകൊണ്ട്. മാന്യമായിട്ട് നടക്കാനും ജീവിക്കാനും ഇടയായത് സുവിശേഷം വന്നതുകൊണ്ടാണ്. പള്ളിക്കൂടത്തിൽ കയറാനും പഠിക്കാനും അക്ഷരം കൂട്ടി വായിക്കാനും വിദ്യാഭ്യാസത്തിൽ വളരെ ഉന്നതമായ ഉച്ചസ്ഥായിലൊക്കെ എത്തുവാൻ ഇടയായത് സുവിശേഷം വന്നതുകൊണ്ടാണ്. അതല്ലെങ്കിൽ ഇതെല്ലാവർക്കും ഒന്നും അനുവദിക്കുകയില്ലായിരുന്നു ഈ നാട്ടിൽ. അക്ഷരം പഠിക്കാൻ ഒക്കത്തില്ല. അക്ഷരം അറിയാൻ മേലാത്തത് കൊണ്ട് അതും എന്തുമെല്ലാം പറഞ്ഞ് ജീവിച്ചാണ് നടന്നത്. ആശാന് ഒരിക്കലൊരു വരി എഴുതി, അക്ഷരമെന്നതറിവില്ല ചാത്തന് യക്ഷിയും പേയും ഇവർക്കു ദൈവം. അക്ഷരമെന്നതറിവില്ല ചാത്തന് യക്ഷിയും പേയും ഇവർക്ക് ദൈവം. അപ്പോൾ അക്ഷരം അറിയത്തില്ല, അതുകൊണ്ട് യക്ഷിയും പേയുമെല്ലാം ദൈവമാണെന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു. അറിയായ്മയുടെ കാലം. എന്നാൽ അക്ഷരം പഠിച്ച് വിദ്യ അഭ്യസിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഇതൊന്നുമല്ല ദൈവം. സത്യദൈവം, ഏകദൈവം, നിത്യദൈവം ഒരുവനുണ്ട്. അത് അക്ഷരം പഠിച്ചത് കൊണ്ട് പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലായി ഇതാണ് ഇതിൻ്റെ ശരിയെന്ന്. ഇത് മനസ്സിലാക്കാതിരിക്കാൻ ഈ ചില ആൾക്കാരെ അക്ഷരം പഠിപ്പിക്കുകയല്ലായിരുന്നു. അവർ കുറേ പേരിരുന്ന് ആർക്കും മനസ്സിലാകാത്തതെല്ലാം കൊണ്ടിരുന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് പറയുക. നമുക്കത് അനുവദിക്കുകയല്ല. തന്നെയുമല്ല, ഇനി അബദ്ധത്തിൽ ആരെങ്കിലും കേട്ടാൽ അവൻ്റെ ചെവിക്കകത്ത് ഈയ ഉരുക്കി ഒഴിക്കണം. അവനെങ്ങാനും 2 വാക്ക് ഉച്ചരിച്ചാൽ അവൻ്റെ നാക്ക് പിടിതങ്ങെടുക്കും. എന്നാൽ ഇതിനെല്ലാം മാറ്റം വരുത്തിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. സ്തോത്രം. സുവിശേഷത്തെ കൊണ്ട് മാത്രമേ ഇതിന് മാറ്റം വരുത്താൻ ഒക്കുകയുള്ളൂ. ആ സുവിശേഷമാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് യെശയ്യാവിനെ സുവിശേഷ പ്രവാചകൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി, അവിടുത്തെ തിരുജനനം, അവിടുത്തെ ജീവിതം, ശുശ്രൂഷ, ഇതെല്ലാം അടുക്കടുക്കായിട്ട് പറഞ്ഞിരിക്കുന്ന പ്രവാചകനാണ് യെശയ്യാവ്. അങ്ങനെയുള്ള ഒരു ഭാഗമാണ് ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ഒരിക്കൽ കൂടി ആ തിരുവെടുത്ത് വായിച്ചു സഹായിച്ചാട്ടെ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. അപ്പോൾ ഒന്ന്, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ മകൻ. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചു, 2 കാര്യം എടുത്തു പറയാനായി ഇന്ന് രാത്രി ശരണപ്പെടുന്നത്. ഒന്ന്, നമുക്ക് വേണ്ടി ഒരു ശിശു ജനിച്ചിരിക്കുന്നു. 2, ആ ജനിച്ച ശിശുവിന്റെ വിശേഷതയാണ് യെശയ്യാ പ്രവാചകൻ താഴോട്ട് പറഞ്ഞിരിക്കുന്നത്. അതിലൊരു പദമാണ് അവന്റെ വിശേഷത, അവിടുന്ന് അത്ഭുതമന്ത്രിയാണ്. ഈ 2 കാര്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ സംസാരിപ്പാനാണ് ഇന്ന് രാത്രി കർത്താവ് ശരണപ്പെടുന്നത്. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി. മുമ്പേ വെച്ചതുപോലെ ഒന്ന് വെച്ചേ. നിങ്ങളുടെയും കുഴപ്പമല്ല, എനിക്ക് കുഴപ്പമുണ്ട്. കാരണം തൊണ്ട അത്ര സുഖമല്ല. പണ്ട് പഴമക്കാർ പറയുമ്പോൾ ആശാരുടെ പണിക്കുറ്റവും തടിയുടെ വളവും ഉണ്ട്. ദൈവത്തിന് മഹത്വം. പാട്ട് പാടുമ്പോഴൊക്കെ കൂട്ടുക എനിക്ക് വയ്യ, അതുകൊണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി, അവിടുത്തെ തിരുജനനം ആർക്കും തർക്കിക്കാൻ പറ്റുകയല്ല. യേശു ജനിച്ചതാ.
മറ്റു പലരെ ആൾക്കാരും ജനിച്ചതിനെ പറ്റിയൊക്കെ ഇപ്പോഴും തർക്കമുണ്ട്. പിന്നെ ഊഹാഭോഗം, കെട്ടുകഥ, അമ്മൂമ്മ കഥ, ഉമ്മാക്ക് കഥ, അതല്ലേ പറയുന്നത്. പണ്ട് 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 ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാ, കൃത്യം പറയാനൊക്കത്തില്ല. തന്നെയല്ല, ക്രിസ്തുവേശുവിന്റെ തിരുപ്പിറവിയെ പറ്റി പറഞ്ഞു വരുമ്പോൾ അവിടുത്തെ ജനനത്തിന്റെ ആ കാര്യങ്ങൾ, തന്റെ പിതാക്കന്മാരെ പറ്റി പറഞ്ഞു വരുമ്പോൾ കൃത്യത്തിന് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ എല്ലാം പാരമ്പര്യം പറഞ്ഞു വരുമ്പോൾ കുറെ അങ്ങോട്ട് പറഞ്ഞു വെച്ച് പിന്നെ അപ്പച്ചനേതാ അപ്പച്ചന്റെ അപ്പച്ചനേതാന്ന് അറിയത്തില്ല. ഞാന് ഈ കുടുംബചരിത്ര പുസ്തകം പലതും വായിച്ചിട്ടുണ്ട്. കുടുംബചരിത്രം പലതും വായിച്ചിട്ടുണ്ട്. മിക്ക കുടുംബങ്ങളും ഈ കുടുംബചരിത്ര പുസ്തകത്തിലെല്ലാം നിങ്ങൾ ഇനി പോയി പരിശോധിച്ചോണം. അതിലെല്ലാം അപ്പന്മാരെ പറ്റി പറഞ്ഞ് 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 ഒടുവിൽ കൊടുക്കുന്ന പദം എങ്ങനാ? മിക്കതിലും കുറവലങ്ങാട്ടി എന്നൊരപ്പം വന്നു. പുള്ളിയുടെ അപ്പനെ പറ്റി ഒരു വിവരവും ഇല്ല. പേരെന്താന്ന് പറയത്തില്ല, വലിയ കൃത്യമായ അറിവില്ല. കുറവലങ്ങാട്ടി എന്നൊരപ്പം വന്നു. പിന്നെ ചിലര് കുറച്ചുകൂടെ വേര് തപ്പി പോയപ്പം കൊടുങ്ങല്ലൂർ എന്നൊരപ്പം വന്നു, കുറവലങ്ങാട്ട്. പുള്ളിയുടെ അപ്പനെ പറ്റി വലിയ വിവരമില്ല. ഇത്രയൊക്കെ ഉള്ളൂ. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ചരിത്രം പറഞ്ഞു വരുമ്പോൾ കൃത്യത്തിനാ പറഞ്ഞിരിക്കുന്നത്. മത്തായി സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ അബ്രഹാമിന്റെ പുത്രനായി, ദാവീദിന്റെ പുത്രനായി യേശു ക്രിസ്തുവിന്റെ വംശാവലി വായിച്ചേ. ദിവ്യദാസം വായിച്ചാട്ടെ. അബ്രഹാമിന്റെ പുത്രനായ, ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി വായിച്ചോ. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു. ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. യാക്കോബ് യഹൂദയും യാക്കോബ് യഹൂദയും അവന്റെ സഹോദരന്മാരെ ജനിപ്പിച്ചു. യഹൂദ താമാറിൽ പേരസിനെയും സേരകിനെയും ജനിപ്പിച്ചു. അടുത്തത് പാരസ് ഹെസ്രോനെ ജനിപ്പിച്ചു. ഹെസ്രോൻ ആരാമിനെ ജനിപ്പിച്ചു. അവിടെ വെട്ടമുണ്ടോ? വെട്ടത്തിന്റെ കുറവുണ്ട്. ഇവിടെ വന്നിരിക്കുകയാണ്, കുറച്ചുകൂടെ വെട്ടം കിട്ടും. ഇരുട്ടത്ത് പോയിരുന്ന ഇപ്പൊ കാണാവോ? വായിച്ചോ വായിച്ചോ വായിച്ചോ. ആരാം അമീനാദാബിനെ ജനിപ്പിച്ചു. അമീനാദാബ് നാഹോഷിനെ ജനിപ്പിച്ചു. നഹശോനെ ജനിപ്പിച്ചു. നഹശോൻ ഷൽമോനെ ജനിപ്പിച്ചു. ഷൽമോൻ രാഹബിൽ ബോവസിനെ ജനിപ്പിച്ചു. ഷൽമോൻ രാഗാബിൽ ബോവസിനെ ജനിപ്പിച്ചു. പിന്നെ ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു. ബോവസ് രൂത്തിലെ ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു. ഇശായി ദാവീദിനെ ജനിപ്പിച്ചു. ദാവീദ് ഊരിയാവിന്റെ ഭാര്യ. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ താഴോട്ട് പഠിച്ചു വരുമ്പോൾ പിതാക്കന്മാരുടെ ചരിത്രം, മത്തായി അബ്രഹാം മുതലുള്ള ചരിത്രം അങ്ങോട്ട് പറഞ്ഞു. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യഹൂദ, പേരസ്, ഹെസ്രോന്, നഹസോന്, അമ്മീനാദാബ്, ഷൽമോൻ, ഇങ്ങനെ പറഞ്ഞു വരിക. അപ്പൊ ലൂക്കോസ് കുറച്ചുകൂടെ പുറകോട്ടിറങ്ങി. ലൂക്കോസ് എന്റെ ഭാഷയെ പറഞ്ഞ യേശുവിനെ തുടങ്ങി പുറകോട്ടൊരു പിടി പിടിച്ചു. 3-ാം അധ്യായത്തിന്റെ 23 മുതൽ വായിച്ചേ. 3:23 മുതൽ വായിച്ചോ. യേശുവിനെ താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ, യേശുക്രിസ്തുവിനെ താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ യോസെഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു. യോസെഫിന്റെ മകൻ എന്ന് വിചാരിച്ചു. അടുത്തത് യോസെഫ് ഹേലിയുടെ മകൻ, ഹേലി മദാത്തിന്റെ മകൻ, മദാത്ത് ലേവിയുടെ മകൻ, മത്താൻ ലേവിയുടെ മകൻ. അടുത്തത് ലേവി മിൽഖിയുടെ മകൻ, മിൽഖി അന്നായുടെ മകൻ. അപ്പൊ ഇങ്ങനെ പുറകോട്ട് വരിക. യേശുവിന്റെ പേര് മുതല് പുറകോട്ട് പിതാക്കന്മാരുടെ പേര് പറഞ്ഞ് അങ്ങനെ അബ്രഹാമിലെത്തി. അബ്രഹാമിന്ന് അബ്രഹാമിന്റെ പിതാവ് തേരഹിലെത്തി. തേരഹിൽ ഇങ്ങനെ പുറകോട്ട് വന്ന് ഒടുവിൽ ആദാമിലെത്തി. 27 മുതൽ വായിച്ച മധുശാലേഖ ഹാനോക്കിന്റെ മകൻ ഹാനോക്ക് യാരദിന്റെ മകൻ, ഹാനോക്ക് യാരദിന്റെ മകന്, മെലല്യാന്റെ മകൻ മെലല്യേൽ, കനിയാന്റെ മകൻ കനിയാൻ, എനോഷിന്റെ മകൻ എനോഷ്, ഷേത്തിന്റെ മകൻ ഷേത്ത്, ആദാമിന്റെ മകൻ ആദാം. നന്നായിട്ട് വായിക്കേ. ഏനോഷ് ഷേത്തിന്റെ മകൻ. അങ്ങനെ അങ്ങോട്ട് വായിച്ചേ. ഏനോഷ് ഷേത്തിന്റെ മകൻ. ഏനോഷ് ഷേത്തിന്റെ മകൻ. അടുത്തത് ഷേത്ത് ആദാമിന്റെ മകൻ. ഷേത്ത് ആദാമിന്റെ മകൻ. ആദാം ദൈവത്തിന്റെ മകൻ. ആദാം ദൈവത്തിന്റെ മകൻ. എങ്ങനുണ്ട്? ആരുടെയും മോനാട്ടെ ഞങ്ങൾക്ക് എന്നാന്നായിരിക്കും.
മത്തായി അബ്രഹാം മുതല് ഇങ്ങോട്ട് പറഞ്ഞ് യേശുവിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ലൂക്കോസ് യേശു മുതൽ പുറകോട്ടൊരു പിടിച്ചു. അങ്ങനെ പറഞ്ഞു വന്ന് ഒടുവിൽ ദൈവത്തിൽ കൊണ്ടു നിർത്തി. എത്ര കൃത്യം തലമുറ നമ്മുടെതോ? മിണ്ടുകയല്ല. നമ്മുടെ എങ്ങനാ? കുറവലിങ്ങാട്ടിന്നൊരപ്പൻ. ആട്ടെ ബേബുക്കുട്ടി, പുള്ളിയുടെ അപ്പൻ ഏതാ? എന്നാ പിന്നെ നീ അധികം മിണ്ടാതിരിക്കുന്ന നല്ലത്. ഇത് ശരിയായ ചരിത്രം. ഇതാ ദൈവത്തിൽ നിന്ന് ആരംഭിച്ച്, എന്റെ ഭാഷയിൽ പറയാം, ദൈവത്തിൽ തന്നെ കൊണ്ട് ചേർക്കുക. യേശുക്രിസ്തു ദൈവമാ. ലൂക്കോസ് അങ്ങനാ ചെയ്തത്. ദൈവത്തിൽ നിന്ന് ആരംഭിച്ച് ദൈവത്തിൽ. അങ്ങനാണല്ലോ നടക്കേണ്ടതും. യേശു ആമേൻ സ്തോത്രം സർവശക്തനായ ദൈവമാണ്. അതെ, അപ്പം തർക്കിക്കാൻ ഒക്കത്തില്ല, തർക്കിച്ചാൽ വിജയിക്കത്തില്ല. ഇത് കൃത്യം കാര്യമാണ്. ക്രിസ്തുവിന്റെ ജനനം, അവിടുത്തെ തിരുപ്പിറവി, അവിടെ നീ ഭൂമിയിൽ നമുക്ക് വേണ്ടി ജനിച്ചു. അപ്പോൾ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നെന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിയാൽ മാനവ ജനതയ്ക്ക് വന്ന നേട്ടങ്ങൾ ഒരു 4-5 കാര്യം പറഞ്ഞേച്ച് അവിടുത്തെ ശ്രേഷ്ഠതയാണ് അത്ഭുത മന്ത്രി. അതിനെപ്പറ്റിയും 2 കാര്യം പറഞ്ഞ് ഇന്നത്തെ മെസ്സേജ് തന്ന സമയത്തിൽ അങ്ങ് നിർത്താനാ കർത്താവ് ശരണപ്പെടുന്നത്. ഈ ഇരിപ്പാണെങ്കിൽ അത്രയും പോകത്തുമില്ല. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ തിരുജനനം കൊണ്ട് മാനവജനതയ്ക്ക് കൈവന്ന നേട്ടങ്ങൾ വായിച്ച്. അതിനടിസ്ഥാനമായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള തിരുവെടുത്തുകൾ ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. 8 മുതൽ 13 വരെ. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികിൽ നിന്നു. അരികിൽ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. പിന്നെ കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ തിരുജനനത്താൽ, അവിടുത്തെ തിരുപ്പിറവിയാൽ, അവിടുത്തെ ആമൻ സ്തോത്രം ഈ ഭൂമിയിലുള്ള ആമൻ ജനനത്താൽ മാനവരാശിക്ക്, മനുഷ്യകുലത്തിന്, മനുഷ്യവർഗത്തിന് എന്തൊക്കെ നേട്ടമുണ്ടായി. ഞാനും നിങ്ങളും ജനിച്ചപ്പം ആർക്കെന്തോ നേട്ടമുണ്ടായി? ചിലതിനെ കണ്ടെങ്കിൽ ചിലതിനോടല്ല നമ്മൾ അയ്യോ ഞാൻ ജനിക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നപ്പോ തലയ്ക്ക് 2 അടി അടിച്ചേക്കായി പമ്മിയിരിക്കുന്നത്. ഇപ്പൊ പിന്നെ യോഗമായതുകൊണ്ട് അപ്പാന്നും പറഞ്ഞിരിക്കുക. പിന്നെ നോട്ടോ ഇരിപ്പം കാണുമ്പോ അറിയാം. എന്നാൽ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയാൽ മനുഷ്യവർഗത്തിന് കൈവരിച്ച നേട്ടം പെട്ടെന്ന് പറയാം. ഒന്ന്, മനുഷ്യവർഗത്തിന് കൈവരിച്ച നേട്ടം, മനുഷ്യവർഗത്തിന്റെ ഭയം മാറി. അതുകൊണ്ടല്ലയോ സ്വർഗത്തിലെ ദൂതന്മാര് ഗാനാലാപമൊക്കെ നടത്തി ആട്ടിടയന്മാര് വന്ന് പറഞ്ഞപ്പോൾ ആട്ടിടയന്മാരുടെ ദൂതൻ പറയുന്ന ഒരു പദമുണ്ട്, ഭയപ്പെടേണ്ട. അങ്ങനല്ലേ അവിടെ എഴുതിയേക്കുന്നത്. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി, അത് ഡിസംബർ 25 ഒന്നുമല്ല, ഏതെങ്കിലും ആട്ടെ, അത് വേറൊരു വിഷയം അവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം ഇപ്പൊ അതല്ലല്ലോ. എന്തായാലും യേശു ജനിച്ചു. ആ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയാൽ മനുഷ്യവർഗത്തിന് കൈവന്ന നേട്ടത്തിൽ ഒന്നാമത്തെ നേട്ടം നമ്മുടെ ഭയം മാറി. നിന്റെ ഭയം മാറ്റുവാൻ കഴിവുള്ളവനാ യേശു. സകല മനുഷ്യർക്കും ഭയമുള്ളവരാ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഭയമുള്ളവരാ, ഇല്ലേ? ചുമ്മാ അങ്ങ് പറയും എനിക്ക് ആരെയും പേടിയില്ല. പിന്നെ കൊള്ളാം. പേടിയില്ലെങ്കിൽ പിന്നെ എന്തിനാ അംഗരക്ഷകരെല്ലാം കൂടെ?
പണ്ടൊരാൾ പറഞ്ഞു പോലും, പേടിയുള്ളവരില്ല എൻ്റെ ചുറ്റും വന്ന് നിൽക്കാൻ. പേടിയുള്ളവരില്ല എൻ്റെ വട്ടം വന്ന് നിൽക്കണം. അപ്പം ആർക്കാ പേടി? ഇപ്പൊ അങ്ങനെയാ കണ്ടുവരുന്നത്. പേടിയുള്ളവരില്ല. പണ്ട് പട്ടാളത്തിന് ആളിന് കിടക്കുന്നു. അപ്പൊ അവിടെ ഒരു പ്രത്യേക രീതിയിൽ ആളിനെ സെലക്ട് ചെയ്യുന്നത്. 100 പേര് വന്ന് നിന്നു. അതിന് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ വന്ന് പറഞ്ഞു, എല്ലാവരും റെഡിയായിട്ട് നിൽക്കാൻ പറഞ്ഞു നിന്നു. അപ്പൊ അവിടെ അന്ന് തെരഞ്ഞെടുപ്പ് ഒരു പ്രത്യേക രീതിയില്ല. അദ്ദേഹം പറഞ്ഞു, ഭാര്യയെ പേടിയില്ലാത്തവനെല്ലാം ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കണം. ഒരു സ്റ്റെപ്പ്. എല്ലാവരും ഇങ്ങനെ നിൽക്കുക. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഭാര്യയെ പേടിയുള്ളവരെല്ലാം കൂടെ എന്നാ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കാൻ പറഞ്ഞു. 99 പേരും ഒരു സ്റ്റെപ്പ്. ഒരുത്തൻ മാത്രം അനങ്ങിയില്ല. അവൻ നല്ല സ്റ്റഡിയായിട്ട് നിന്ന്, മറ്റവനെ 90 എടുക്കുന്നില്ല, പോടാന്ന് പറഞ്ഞു. ആ സ്റ്റഡിയായിട്ട് നിന്നവന്റെ കൈ കൊടുത്ത് വെച്ച് പറഞ്ഞു, അഭിനന്ദിക്കുന്നു, അതെ നിങ്ങളുടെ ധൈര്യം പ്രശംസനീയമാണ്, അഭിനന്ദിക്കുന്നു, നിങ്ങളെ അനങ്ങിയില്ലല്ലോ. അവൻ പറഞ്ഞു, എന്റെ ഭാര്യയോട് ചോദിക്കാതെ ഒരു ചോടി ഞാൻ ചലിക്കുകയല്ലെന്ന് പറഞ്ഞു. ആ പട്ടാളം കുന്തം, നിങ്ങളുടെ ഈ തോക്കയുള്ള അവിടെ ഈ പീരങ്കിയിരിക്കുക, എന്റെ ഭാര്യയോട് ചോദിക്കാതെ ഞാൻ ഒരു ചോട്. അല്ല, മനുഷ്യനെല്ലാം ഭയമാണെന്നേ. ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ എല്ലാവരും ഭയപ്പെടുന്നവരാ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന പലരും ഭയത്തോടിരിക്കുന്നവരുണ്ട്. പ്രകൃതി ശക്തികളെ ഭയപ്പെടുന്നവരുണ്ട്, മരണത്തെ ഭയപ്പെടുന്നവരുണ്ട്, ഇല്ലേ? ചെല്ലു ചുമ്മാ ഒക്കെ പറയാം, എനിക്ക് എനിക്ക് മരണത്തെ ഒന്നും പേടില്ല കുഞ്ഞുഞ്ഞമ്മ, എനിക്ക് എങ്ങനെയും. പിന്നെന്തിനാ മാസ്കും എല്ലാം വെച്ച് ആംബുലൻസും എല്ലാം വിളിച്ച് ബെഡ്റൂമിൽ കയറിയ മെഡിക്കൽ കോളേജിൽ പോലും ഇതുപോലെ ഫാർമസി ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ രാവിലെ കുത്ത്, ഉച്ചയ്ക്ക് കുത്ത്, എല്ലാവർക്കും ഭയമാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ എല്ലാവരും ഭയപ്പെടുന്നവരാ. ഇവിടെ ഇരിക്കുന്ന പലരും ഭയമുള്ളവരാ. സ്തോത്രം. മരണത്തെ ഭയപ്പെടുന്നവരുണ്ട്, രോഗത്തെ ഭയപ്പെടുന്നവരുണ്ട്, ലോകത്തെ ഭയപ്പെടുന്നവരുണ്ട്, പ്രകൃതി ശക്തികളെ ഭയപ്പെടുന്നവരുണ്ട്, ദുരന്തങ്ങൾ കേൾക്കുമ്പോൾ ഭയമുള്ളവരുണ്ട്. ആമേൻ, സ്തോത്രം. ആ പ്രായമായ പിള്ളേരെ പേടിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പിള്ളേരോട് ആ വിധത്തിലുള്ള ഭയമല്ല. തന്റെ മക്കള് തന്നോളമായ താനെന്ന് ചൊല്ലണമെന്നൊക്കെ ആ നാട്ടിലെ ചൊല്ലും, അത് നല്ലതുമാ. പക്ഷെ ആ ഭയമല്ല, അല്ലാതെ പേടിച്ചരണ്ട് ജീവിക്കുന്നവര്, ഭാര്യയെ പേടിച്ച് ജീവിക്കുന്നവര്, ഭർത്താവിനെ ബഹുമാനത്തിലുള്ള ഭയമല്ല, അല്ലാതെ ഒരു ഭീകര ജീവി വരുന്നത് പോലെ. ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ എല്ലാവരും ഭയപ്പെടുക. ചില വിശ്വാസികൾക്ക് ഉപദേശിമാരെ പേടി, ചില ഉപദേശിമാർക്ക് സഭയിലെ മൂപ്പന്മാരെ പേടി, എല്ലാവർക്കും പേടിയാ. ചിലക്ക് ഓർപ്പിച്ചാൽ രോഗത്തെ പേടി, ലോകത്തെ പേടി, പ്രകൃതി ശക്തികളെ പേടി, ഇടിവെട്ടുന്നത്, കൊള്ളിയാമിനുന്നത്, ഭൂമികുലുക്കം, സുനാമി, പിന്നെ കാറ്റുകളൊക്കെ ഉണ്ടല്ലോ, കത്രീനെ, റീത്തയും, പിന്നെ എല്ലാം പെണ്ണുങ്ങളുടെ പേരായിടുന്നേ. കാരണം അതാണല്ലോ വലിയ കൊടുങ്കാറ്റും. അടിക്കാതെ നിന്നെ കറക്കിയെടുത്ത് അവന് ഇടയ്ക്കിരുന്ന് പറയുന്നുണ്ട് എന്റെ വകുപ്പുകൾ. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ എല്ലാവരും ഭയപ്പെടുന്നവരാ. ഇന്ന് രാത്രി രോഗത്തെ ഭയപ്പെടുന്നവരുണ്ട്. ക്യാൻസർ ആണെന്ന് കേട്ടാൽ മതി, കേൾക്കുന്നവർക്കും ഭയമാ. അത് ആരംഭം കുറിച്ച് അവർക്കും ഭയമാ. പക്ഷെ സൗഖ്യമാക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്, നിന്നെ വിടിവിക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാ, യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിയാൽ മനുഷ്യവർഗത്തിന് കൈവന്ന നേട്ടത്തിൽ ഒന്നാമത്തെ നേട്ടം മനുഷ്യവർഗത്തിന്റെ ഭയം മാറ്റും. ഇന്ന് രാത്രി നിന്നെ അലട്ടുന്ന ഏത് ഭയവികലമായ വിഷയമാകട്ടെ, അതിന് പരിഹാരം തരുവാൻ, ആ ഭയത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിവുള്ളവനാണ് നസറയനാകുന്ന യേശു. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടെ ഭയത്തോടെ കടന്നു വന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ, നിന്റെ ഭയം മാറ്റി, ഭീതി മാറ്റി, ചിത്തഭ്രമം മാറ്റി, നിന്റെ ഭീകരത മാറ്റി, നിന്നെ വിടിവിക്കുവാൻ, രക്ഷിക്കുവാൻ കഴിവുള്ളവനാണ് നസറയനാകുന്ന യേശു. ഇന്ന് രാത്രി ആ കർത്താവിന്റെ കരങ്ങളെ സമർപ്പിക്ക്, നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ക്രിസ്തുയേശുവിന്റെ തിരുപ്പിറവിയാൽ മനുഷ്യവർഗത്തിന് കൈവന്ന ഒന്നാമത്തെ നേട്ടം നമ്മുടെ ഭയം മാറി. സ്തോത്രം. 2, ദൂതൻ പറയുന്നൊരു പദമുണ്ട്.
നിങ്ങൾക്കായിട്ടൊരു ശിശു. അങ്ങനല്ലേ ദൈവദാസനെ വായിച്ചേ? ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അപ്പൊ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയാൽ നമുക്ക് വന്നിരിക്കുന്ന രണ്ടാമത്തെ നേട്ടം, നമുക്കൊരു രക്ഷിതാവുണ്ടായി. സ്തോത്രം. ആ പറ നിങ്ങൾ ശ്രദ്ധിച്ചോ. ദൂരം പറയാ നിങ്ങൾക്കായിട്ട്. അങ്ങനെ എങ്ങനെ? ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി നിങ്ങൾക്കായിട്ട് എന്ന് പറഞ്ഞാൽ ഇത് ആരാ പറയുന്നത്? ദൂതനാ പറയുന്നത്. അപ്പൊ അതിന്റെ ആശയം അത്രേ ഉള്ളൂ. ദൂതൻ പറഞ്ഞത് അമ്മ ഞങ്ങൾക്കല്ല, നിങ്ങൾക്ക് വേണ്ടിയാ. സ്തോത്രം. ദൂതന്മാർക്ക് വേണ്ടി അല്ല യേശു ഭൂമിയിൽ പൂജാതനായത്. ഗബ്രിയേലും മീഖായേലും അദ്രിയേലും ഊറിയേലും ഊരിയേലും ശക്തിയും ബലവുമേറിയ ധാരാളം ദൂതന്മാർ, കോടി കോടി ദൂതന്മാർ. ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടി കോടിയാ. ഇനി മാത്രമല്ല പാപം ചെയ്ത ദൂതന്മാരുണ്ട്. പത്രോസിന്റെ ലേഖനവും യൂദയുടെ ലേഖനവും ഒക്കെ പഠിക്കുമ്പോൾ പാപം ചെയ്ത ദൂതന്മാരെ, തങ്ങളുടെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലകിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അവൻ ആദിമ ദൂതന്മാരെയും അങ്ങനെ തന്നെ സൂക്ഷിച്ചിരിക്കുക. പാപം ചെയ്ത ദൂതന്മാരെ, വെട്ടുകൊണ്ട ദൂതന്മാർ വേറെ എന്ന് പറഞ്ഞാൽ, അങ്ങനെ പാപം ചെയ്ത് ദൈവത്തിന് അകന്നുപോയ ദൂതന്മാർക്ക് വേണ്ടി അല്ല യേശു ജനിച്ചത്. പിന്നെ നമുക്കായിട്ട് യേശു ജനിച്ചു എന്ന് പറഞ്ഞ മനുഷ്യവർഗത്തിന് വേണ്ടി. സഹോദര, നിനക്ക് വേണ്ടിയാ യേശു ജനിച്ചത്. സ്നേഹിത, നിനക്ക് വേണ്ടിയാ യേശു ജനിച്ചത്. സുഹൃത്തെ, നിനക്ക് വേണ്ടിയാ യേശു ജനിച്ചത്. അമ്മേ, നിനക്ക് വേണ്ടിയാ യേശു ജനിച്ചത്. ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി മനുഷ്യവർഗത്തിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയാൽ മനുഷ്യവർഗത്തിന് കൈവന്ന നേട്ടങ്ങളാ. ഒന്ന്, നമ്മുടെ ഭയം മാറി. സ്തോത്രം. നിന്റെ ഭയം മാറണമെങ്കിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. സ്തോത്രം. എനിക്ക് ധാരാളം കാര്യം ഇത് ചേർത്ത് പറയണമെന്നുണ്ട്, അലോക്യമാകും. അതുകൊണ്ടാണ് ഭയം മാറാനൊക്കെ ഓരോരുത്തർ ഓരോന്ന് കാട്ടിക്കൂട്ടി. ഇന്നാളൊരാൾ ചോദിച്ചു, എന്നെ പേടിയാന്ന് പറഞ്ഞു. അപ്പം എന്നാ പോംവഴി പുള്ളിയോട് ആരാണ്ട് അതൊക്കെ പറഞ്ഞു കൊടുത്ത് അതെല്ലാം ചെയ്ത് അത് ചെയ്യും തോറും പിന്നെയും പേടി കൂടുക. സ്തോത്രം. പുള്ളി പറഞ്ഞു കൊത്താൻ വരുന്നത് പോലൊക്കെ തോന്നുന്നു. സ്തോത്രം. നിന്റെ ഭയം മാറണമെങ്കിൽ യേശുവിനെ കൊണ്ട് സാധിക്കും. ഒന്ന്, ഭയം മാറി. 2, നമുക്കൊരു രക്ഷിതാവിനെ ലഭിച്ചു. ഇവിടെ വന്ന് അനേകരെ രക്ഷിക്കാന്നൊക്കെ പറഞ്ഞു വന്നു. പക്ഷെ അവര് തന്നെ പരുവക്കേടിലാ പോയത്. അവരെ ആര് രക്ഷിക്കുമെന്നും പറഞ്ഞ. ഇന്നാളൊരാൾ പറഞ്ഞു ദൈവം എന്നും പറഞ്ഞായി വന്നേ. ഞാൻ ചോദിച്ചു ദൈവം ഐസിയുലായെന്ന് പറഞ്ഞു. അതിന് ദൈവത്തിന് ശ്വാസം കിട്ടുന്നില്ല. മനസ്സിലായില്ല. ദൈവത്തിന് ദൈവം വലിക്കും. ആമ്പലിന്റെ വള്ളി പോലെ എല്ലാം തൂക്കിയിട്ട് ദൈവം കിടക്കുക. അതാണോ ദൈവം? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സർവത്തെയും സൃഷ്ടിച്ചൊരു രക്ഷകനുണ്ട്. സർവത്തെയും നിയന്ത്രിക്കുന്ന ഒരു രക്ഷകനുണ്ട്. നമുക്കൊരു രക്ഷിതാവിനെ കിട്ടി. നിന്നെ രക്ഷിപ്പാൻ കഴിവുള്ളവനാ യേശു. മറ്റൊരുത്തനിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം രക്ഷിതാവാകുന്ന യേശു ക്രിസ്തു. യേശു രക്ഷിതാവാ. ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ. അത് നസറയനാകുന്ന യേശു. ആ രക്ഷകന്റെ അടുക്കൽ ഇന്ന് രാത്രി സമർപ്പിക്കുക. ആ രക്ഷിതാവിനെ ഇന്ന് രാത്രി ഏറ്റെടുത്ത് വേണം തിരിച്ചു പോകാൻ. ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ, മത മേലധ്യക്ഷന്മാര് ബന്ധുക്കളായതുകൊണ്ടോ, അച്ഛനോ കന്യാസ്ത്രീയോ ചെമ്മാച്ചനോ തിരുമേനിയോ ഐമേനി വീട്ടിലുള്ളത് കൊണ്ടോ, സെൻട്രൽ പാസ്റ്റർ ഉള്ളത് കൊണ്ടോ, പാസ്റ്റർമാർ 5-8 ഉള്ളത് കൊണ്ടോ, കുക്കുസാഹിബിനെ വീട്ടിൽ കൊണ്ടുവന്നത് കൊണ്ടൊന്നും ആരും സ്വർഗത്തിൽ പോകത്തുമില്ല, രക്ഷിക്കപ്പെടത്തുമില്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. രക്ഷിതാവ് ഒരുവൻ മാത്രമേ ഉള്ളൂ, നസറേയനാകുന്ന യേശു. മറ്റൊരുത്തനിലും രക്ഷയില്ല.